ജില്ലാ കളക്ടർമാരുടെ സ്ഥലം മാറ്റത്തിൽ മന്ത്രിമാർക്ക് കടുത്ത അസംതൃപ്തി എന്നൊരു വാർത്ത വരുന്നു. ജില്ലാ കളക്ടർമാരെ നിയമിച്ചത് മന്ത്രിമാരുടെ അറിവില്ലാതെ എന്നാണ് വിമർശനം. റവന്യൂ മന്ത്രി പോലും അറിയാതെയാണ് നിയമനം. നവീൻ ബാബുവിന്റെ മരണത്തിലെ ആരോപണ വിധേയനായ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പിന്റെ ഡയറക്ടറാക്കിയതും വിവാദത്തിലായിരിക്കുന്നു. സുനിഷ അയ്യല്ലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ അയ്യല്ലൂർ, ഇതെന്താണ് സംഭവിച്ചത്? സാധാരണ റവന്യൂ വകുപ്പ് മന്ത്രി കൂടി അറിഞ്ഞാണ് കളക്ടർമാരുടെയൊക്കെ സ്ഥലം മാറ്റം ഉണ്ടാവുക. ഇത് മന്ത്രിമാർക്ക് അതൃപ്തിയുണ്ടോ ഈ കളക്ടർമാരുടെ കൂട്ട സ്ഥലം മാറ്റത്തിൽ? അരുൺ, മനസ്സിലാക്കുന്നത് മന്ത്രിമാരെല്ലാം അതൃപ്തിയിലാണ് എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെയാണ്. അതായത് IAS തലപ്പത്ത് ഒരു അഴിച്ചുപണി നടക്കുമ്പോൾ അല്ലെങ്കിൽ ജില്ലാ കളക്ടർമാർക്ക് സ്ഥലം മാറ്റമുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് അത് റവന്യൂ മന്ത്രി ഉറപ്പായും അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഏത് ജില്ലാ കളക്ടർക്കാണോ ആ സ്ഥലം മാറ്റമുള്ളത് അതത് ജില്ലകളിലെ മന്ത്രിമാർ, അതത് ചുമതലയുള്ള മന്ത്രിമാർ, ഒപ്പം തന്നെ MLA-മാരോടക്കം അഭിപ്രായം തേടുന്നതാണ് സാധാരണ കണ്ടുവരുന്ന കീഴ്വഴക്കം എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് IAS തലപ്പത്ത് വലിയൊരു അഴിച്ചുപണി നടന്നിരിക്കുന്നു. 5 ജില്ലകളിലെ ജില്ലാ കളക്ടർമാർക്ക് സ്ഥലം മാറ്റവും വന്നിരിക്കുന്നു. പക്ഷേ അതൊന്നും തന്നെ റവന്യൂ മന്ത്രി പോലും അറിയാതെയാണ്, റവന്യൂ മന്ത്രിയുടെ പോലും അറിവില്ലാതെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം വലിയ അതൃപ്തി ഈ വിഷയത്തിലുണ്ട് എന്നുള്ളതാണ്. പൊതുഭരണ വകുപ്പ്, അത് ചീഫ് സെക്രട്ടറിയാണ് ഈ ഉത്തരവിറക്കുന്നത്. അങ്ങനെയെങ്കിൽ മറ്റാരും അറിയാതെ ഈ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരോ അല്ല എങ്കിൽ ആ ജില്ലയിലെ അതത് മന്ത്രിമാരോ അറിയാതെ ഈ തീരുമാനമെടുത്തത് എങ്ങനെയെന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ അതൃപ്തി മന്ത്രിമാർ രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ ജില്ലാ കളക്ടർ ആയിരുന്ന അരുൺ കെ വിജയൻ, അദ്ദേഹത്തെ ഈ വ്യവസായ വകുപ്പിന്റെ സെക്രട്ടറിയായി ഏറ്റവും സുപ്രധാനമായ ചുമതലയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണ വിധേയനായിരിക്കുന്ന അദ്ദേഹത്തെ എങ്ങനെയാണ് ഒരു സുപ്രധാന പദവിയിലേക്ക് മാറ്റിയത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്നതടക്കം ആവശ്യം ഉന്നയിച്ചിരുന്നത് അന്നത്തെ പ്രതിപക്ഷമായ UDF ആയിരുന്നു. പക്ഷേ ഇന്ന് UDF അധികാരത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ ഒരു ചുമതലയിലേക്ക്, വ്യവസായ വകുപ്പിന്റെ സെക്രട്ടറി എന്ന സുപ്രധാനമായ ചുമതലയിലേക്ക് മാറ്റിയത് അത് വലിയ തരത്തിൽ വിവാദമാകും, ചർച്ചയാകും എന്നുള്ളത് കൂടി അതത് വകുപ്പ് മന്ത്രിമാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൃപ്തി അറിയിച്ച് തന്നെ ഈ മന്ത്രിമാർ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5 ജില്ലകളിലെ ജില്ലാ കളക്ടർമാർക്കായിരുന്നു സ്ഥലം മാറ്റം ഉണ്ടായിരുന്നത്. കണ്ണൂരിലെ, കോഴിക്കോട്ടെ, പാലക്കാട്ടെ, പത്തനംതിട്ടയിലെ, ആലപ്പുഴയിലെ ഈ ജില്ലയിലെ എല്ലാം ഈ ജില്ലാ കളക്ടർമാർക്ക് സ്ഥലം മാറ്റമുണ്ട്. പക്ഷെ അതത് ജില്ലകളിലെ മന്ത്രിമാരൊന്നും തന്നെ ഈ വിവരം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ റവന്യൂ വകുപ്പ് മന്ത്രിയുടേതുൾപ്പെടെ അഭിപ്രായം ശേഖരിക്കാറുണ്ട്. അഭിപ്രായം ചോദിച്ചതിന് ശേഷമാണ് ഇത്തരം ഒരു സ്ഥലം മാറ്റം ഉണ്ടാകാറ് എന്നുള്ളതാണ്. പക്ഷേ അതൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൃപ്തി ഏതായാലും ചീഫ് സെക്രട്ടറി അറിയുമ്പോൾ, ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ വരുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി അറിയേണ്ടതാണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി മാത്രമാണോ ഇത് നടന്നിട്ടുള്ളത് എന്നത് അറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അറിവ് ഇതിലില്ലേ എന്നതുകൂടി അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിലവിൽ മന്ത്രിമാർ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പുനഃപരിശോധിക്കുമോ ഈ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതാണ് അറിയേണ്ടത്. അരുൺ, പുനഃപരിശോധിച്ചാൽ അതൊരു വലിയ നാണക്കേടായി മാറുകയും ചെയ്യും. കൂട്ടുത്തരവാദിത്വമില്ലാത്ത തീരുമാനമായിരുന്നു ഇത് എന്ന വളരെ പ്രസക്തമായ ചോദ്യം ഉയരുകയും ചെയ്യും. സുനിഷ അയ്യല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.